കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗമൊരുക്കി തന്ന നല്ല മഹത്വകരമാകുന്ന പദവികൾക്കായിട്ട് നന്ദി പറയുന്നു. വിശേഷാൽ സ്വന്തം കമ്പാഷൻ ഹോം മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സ്വന്തം ചെയ്യുന്ന സമയത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ വി. സി. എബ്രഹാം അവர்கள், ഇതുപോലെ കമ്പാഷൻ ഹോം മിനിസ്ട്രിയുടെ സ്വതന്ത്രം ചെയ്യുന്നു ഡയറക്ടറായിരിക്കുന്ന പ്രിയ ബിൻ വർഗീസ് അവர்கள், മറ്റ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന് അനുഗ്രഹീതനായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സ്തോത്രം ചെയ്യുന്നു എല്ലാവർക്കും, സഹോദരി സഹോദരൻ, വിശേഷാൽ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന് അനുഗ്രഹനായ ദൈവദാസൻ നിബു കുര്യൻ അവர்கள், പ്രാർത്ഥന ലീഡ് ചെയ്ത ദൈവദാസ് എല്ലാവർക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഒരുമിച്ച് ആൾക്കാർക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥനയിൽ അന്യോന്യം കൈത്താങ്ങുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം ഒരുക്കി നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുപ്പാൻ, നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല ശ്രേഷ്ഠകരമായ പദവികൾക്കായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയബന്ധിതമായി, സമയങ്ങൾ നോക്കാതെ, സന്ദർഭങ്ങൾ നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്ന ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളം കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. സ്വന്തം ഈ മിനിസ്ട്രിയുടെ തീം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്തോത്രം ചെയ്യുന്ന മാതാപിതാക്കളെ കരുതാം, സ്നേഹിക്കാം എന്നുള്ളൊരു മനോഹര തീം എൻ്റെ ദാസന ദൈവാത്മാവ് കൊടുത്തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുകയും മാനിക്കുകയും അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ സ്വന്തം ചെയ്യുന്ന കമ്പാഷൻ ഹോം മിനിസ്ട്രി കാണിക്കുന്ന നല്ല മനോഭാവത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം ഇങ്ങനെ ഒരു ദർശനം തന്നിരിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദർശനം തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മൾ അതിനായി സഹായിക്കട്ടെ. ഒരു വാക്യം ഒന്ന് വായിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൈവവചന ചിന്തയെ നിങ്ങളുടെ അരികിലേക്ക് കൈമാറി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനാധാരമാക്കി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. പ്രവാചകന്മാരിൽ ഏറ്റവും മഹത്വകരമായ വ്യക്തിത്വത്തിനുടമയായ യെശയ്യാവ് എഴുതിയ യെശയ്യാ പ്രവചന ഗ്രന്ഥം 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ആത്മാവിൽ ഒന്ന് വായിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയും ഇല്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയും ഇല്ല, അത് സാധിക്കുകയും ഇല്ല. ആത്മാവിൽ പ്രാരംഭ നിമിഷം ഈ ദൈവവചനം, ആ വചനം തന്നെ ഒരു വലിയ ദൂതായി ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. അതൊരാത്മീക ദൂതാണ്. ഇന്ന് രാത്രിയിലും പകലിലും വ്യത്യസ്ത ടൈം സോണുകളിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരാത്മീക ദൂതായി ദൈവാത്മാവ് എന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് നടക്കുകയില്ല, അത് സാധിക്കുക ഇല്ല.
നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ജീസസ് നെയിം. നല്ലോരിൻ സുന്ദരിയേ, നിന്റെ പ്രിയനെന്തു വിശേഷതയോ, മറ്റുള്ള പ്രിയരെക്കാളെന്തു മേന്മ, ആണയിട്ടുതുവാനെന്തു നന്മ, മറ്റുള്ള പ്രിയരെക്കാളെന്തു മേന്മ, ആണയിട്ടുതുവാനെന്തു നന്മ. 10,000 മണവാളനിൽ സുന്ദരനാണെന്റെ പ്രിയൻ. 10,000 മണവാളനിൽ സുന്ദരനാണെന്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. 10,000 മണവാളനിൽ സുന്ദരനാണെന്റെ പ്രിയൻ. 10,000 മണവാളനിൽ സുന്ദരനാണെന്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. കർത്താവേ, ലോകമതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഓടിയെടുക്കുമ്പോൾ അങ്ങ് മാത്രം മതി എന്ന് ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. വിശേഷാൽ കർത്താവേ, സ്വതം ഇന്ന് ഈ സമയത്ത് ദൈവം ഈ ജനത്തോട് ഇടപെടണം. വചനധ്യാനവുമായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. അടിയനെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം. ഈ ജനത്തിന് വേണ്ടുന്ന നിലവാരത്തിൽ ഈ വചനത്തെ ദൈവം വിഭാഗിച്ചു നൽകണം. മാനുഷികപരമാകുന്ന ചിന്തകളോ ആലോചനകളോ ഞങ്ങൾക്ക് വേണ്ട. ദൈവം തന്നെ ഈ ജനത്തോട് സംസാരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ദൈവം അനുഗ്രഹിച്ചാട്ടെ, അത്ഭുതങ്ങളെ ദൈവം ചെയ്താട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ വളരെ ശക്തവും വ്യക്തവുമായി പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് ദൈവം മറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ള ദൈവജനം വലങ്കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന ചിന്തയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷകൾക്കകത്തേക്ക് പ്രവേശിക്കപ്പെടാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അമേശ്വര കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്റെ പേര് ഷിബു KK എന്നാണ്. അമേ സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ പിതാവ് സ്തോത്രം ചെയ്യുന്ന ജന്മദേശവും പിതാവ് ഞാൻ ജനിക്കപ്പെട്ട ദേശവും ഒക്കെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല റാന്നി എന്നറിയപ്പെടുന്ന അമേശ്വത പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന തടിയൂരിന്റെ ഭാഗത്താണ്. സ്തോത്രം. അവിടെ ഒരു പാരമ്പര്യ കുടുംബത്തിന്റെ ഏകത്വം ജനിക്കുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി. അമ്മയുടെ പിതാവ് തികഞ്ഞ ഒരു ഹൈന്ദവ കുടുംബത്തിലെ സ്തോത്രം വ്യക്തിത്വമായിരുന്നു. സ്തോത്രം. ഞങ്ങൾ 8 മക്കളിൽ 5ാമനായി, ആണുങ്ങളിൽ മൂത്ത തലമുറയായി അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് ദൈവം കൊടുത്ത 3 തലമുറകളിൽ മൂത്ത തലമുറയായി ജനിപ്പാൻ എനിക്ക് ദൈവം ഭാഗ്യമൊരുക്കി. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ജനനം കൊണ്ടും പാരമ്പര്യം കൊണ്ടും മറ്റെവിടെയോ നിൽക്കേണ്ടുന്ന എന്നെ സ്വത്വം ഇന്ന് ഈ സമയത്തും കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം ഒരുക്കി തന്ന നല്ല ശ്രേഷ്ഠകരമായ പദവികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്ന എന്റെ പിതാവ് സ്വതം കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപജീവന മാർഗം ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്ത് ITDC എന്നറിയപ്പെടും, ഇന്ത്യൻ ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസറായിട്ട്
ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് എൻ്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ഉപജനമാർഗവുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ബോംബെയുടെ ഭാഗത്തായിരുന്നു. ബോംബെയുടെ ഭാഗത്ത് ആയിരുന്ന സമയത്ത് താൻ കണ്ട് ഇഷ്ടപ്പെട്ട് തന്റെ ജീവിത സഖിയാക്കിയ ഒരു നോർത്ത് ഇന്ത്യൻ വനിതയാണ് എൻ്റെ മാതാവ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു മുസ്ലിം യുവതിയാണ് എൻ്റെ മാതാവ്. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അപ്പൻ തികഞ്ഞ ഹൈന്ദവനാണ്. അമ്മ ഒരു മുസ്ലിം കുടുംബത്തിലെ പാരമ്പര്യമുള്ള ഒരു മുസ്ലിം വനിതയാണ്. കൃപയാൽ എനിക്ക് ബോധം വന്നപ്പോൾ ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലെ അംഗമാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ പദത്തെ അവിടെ കൊണ്ട് വിരാമം കുറിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം. അവർക്ക് 3 തലമുറകളുടെ ദൈവം കൊടുത്തു. അതിന് മൂത്ത തലമുറയാണ് ഞാൻ. എൻ്റെ പേര് ഷിബു എന്നാണ്. സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥന സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസന്റെ പേര് നിബു എന്നാണ്. എൻ്റെ രണ്ടാമത്തെ അനിയന്റെ പേര് നിബു എന്നാണ്. സ്തോത്രം നേരത്തെ ഇളയാളുടെ പേര് ജിബു എന്നാണ്. അപ്പൊ ഷിബു, നിബു, ജിബു എളുപ്പമുണ്ട് വിളിക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും അറിയപ്പെടുന്നത്. സ്തോത്രം ചെയ്യുന്നതിന് അമ്മയ്ക്ക് ഒറിജിനൽ പേര് താജു നിഷ എന്നാണ്. ഞങ്ങൾ നമുക്കറിയാം, വടക്കൻ ജില്ലയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫേമസ് ആയ ഒരു പേരുണ്ട്, ജോളി എന്നൊരു പേര്. അതാണ് ഞങ്ങൾ അമ്മയെ വിളിക്കുന്ന വിളിപ്പേര്, ജോളി എന്നാണ് അറിയപ്പെടുന്നത്. സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിന് കോവളത്ത്, ട്രിവാൻഡ്രം ജില്ലയിൽ കോവളത്ത് ഉപജനമാർഗവുമായിട്ടുള്ള മാറ്റം വന്നപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കോവളം ജില്ലയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് വരുന്നത്. ദീർഘകാലമായി ഈ പട്ടണത്തിൽ താമസിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപകളെ നൽകി. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ദൈവം അനുവദിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിന്റെ അകത്തും ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് വന്ന ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം 2 തലമുറകളെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മൂത്ത മകന് +2 കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്തോത്രം ദൈവം ഏൽപ്പിച്ച 2 ശുശ്രൂഷകളുണ്ട് ട്രിവാൻഡ്രം പട്ടണവുമായി ബന്ധപ്പെട്ട. സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാൽ ഒരു സ്തോത്രം സഭ അവിടെ ഉണ്ട്. കോവളം പട്ടണവുമായി ചേർന്ന് കിടക്കുന്ന പോളീർ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് ദൈവകൃപയാൽ സ്തോത്രം ചെയ്യുന്നു ചർച്ച് ഉണ്ട്. ഇങ്ങനെ 2 സഭകൾ സ്തോത്രം ചെയ്തതിലെ വിശ്വാസ കുടുംബങ്ങൾ, പൊതു ശുശ്രൂഷ, ഇങ്ങനെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് അനുവാദം തരുന്നു. ഉപജനമാർഗങ്ങളൊക്കെ വിട്ട് സ്തോത്രം കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം കൃപകളെ നൽകി. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം വിശ്വസ്തൻ എന്ന് ഊന്നി പറയാൻ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അവസരങ്ങളെ ഒരുക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെയും ഓർത്ത്, ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് സ്തോത്രം ദൈവരാജ്യത്തിന്റെ വിശാലതകൾക്ക് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം ഇടയാക്കേണ്ടതിനാൽ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവസഭയുടെ ദൈവരാജ്യത്തിന്റെ വിശാലതകൾക്ക് വേണ്ടി ചില പൊതു മീറ്റിങ്ങുകളൊക്കെ ചർച്ചയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോൾ അതിനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. വലിയൊരു വിശാലത ആ ദേശത്ത് ദൈവാത്മാവെ തരേണ്ടതിന് ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം സ്വത്ത് നിങ്ങളെ ഓർത്ത് സ്വത്തം എല്ലാവരെയും എനിക്കറിയത്തില്ല. പ്രധാനദാസൻ പിന്നിച്ചാനുമായിട്ടുള്ള ഇപ്പോഴാണ് സൂമിലൊന്ന് നേരിട്ട് കാണുന്നത്. സംസാരം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സ്വത്രം പ്രധാനദാസനെയും പരിചയപ്പെടാൻ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാം ദൈവം തന്നെ നിയോഗത്തിൽ ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. മുന്നോട്ട് സാക്ഷ്യബദ്ധങ്ങൾ പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച ആത്മശബ്ദം പറയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് ആത്മശബ്ദത്തിനകത്തേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കപ്പെടുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ സ്വന്തം പഴയ നിയമം പുതിയ നിയമം 2 പുസ്തകങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തെ തരംതിരിച്ചിരിക്കുന്നു. ഒരു പഠിതാവിനെ സംബന്ധിച്ച് പഠന നിലവാരങ്ങൾക്ക് മെച്ചമുണ്ടാക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ പല നിലവാരത്തിൽ വിഭാഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പ്രവചന ഗ്രന്ഥങ്ങൾ. നമ്മുടെ മാനുഷിക ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ദൈവവചന ശബ്ദങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് പ്രവചന ഗ്രന്ഥങ്ങൾ. വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരും ഒക്കെ വിധേയപ്പെടുത്തിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്കിലും പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് എന്നുള്ളതാണ് എൻ്റെ അനുമാനം. വലിയവരും ചെറിയവരും എന്നുള്ളൊരു കാറ്റഗറി നമ്മൾ പഠനത്തിന് വിധേയപ്പെടുത്തേണ്ടതിന് വേണ്ടി അങ്ങനെ നമ്മൾ ചിത്രീകരിക്കുന്നു. എങ്കിലും ദൈവമായി നിയോഗിച്ച പ്രവാചകന്മാർ ശക്തരായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ ദൈവം ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തിന്റെ നാവായി നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവിന്റെ പ്രവചന ഗ്രന്ഥം വളരെ മനോഹരമാണ്.
66 അധ്യായങ്ങൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണ്. കാനോനിക വിധി പ്രകാരം ബൈബിളിനെ 66 പുസ്തകങ്ങളായി നിജപ്പെടുത്തേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത മനോഹരമായ ഒരു പുസ്തകമാണ് യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം. ആദ്യത്തെ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തെയും അടുത്ത 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തെയും സ്വത്തം വെളിപ്പെടുത്തുന്നു എന്ന് വേദ പണ്ഡിതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതെല്ലാം അങ്ങനെ നിലനിൽക്കപ്പെടട്ടെ. സ്വതന്ത്രം ചെയ്യുന്നു. യെശയ്യാപ്രവചന പുസ്തകം, യിരെമ്യാവ്, യെഹെസ്കേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു പുസ്തകങ്ങളാണ് 3 പ്രവചന ഗ്രന്ഥങ്ങൾ. അത് തമ്മിലുള്ള ഒരു ബന്ധം കൂടെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അഭിഷക്തന്മാർക്ക് അത് വലിയ പ്രയോജനകരമായി തീരും. അവിടെ ആത്മീയ ശുശ്രൂഷകൾക്ക് അത് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചന കാലഘട്ടത്തെ കുറിച്ചൊക്കെ വളരെ നന്നായി നമുക്കറിയാം. കാലഘട്ടത്തെ കുറിച്ചോ അതിന്റെ മുഖവരകളെ കുറിച്ചോ പറയാൻ ഞാൻ തയ്യാറെടുക്കുന്നില്ല. സ്തോത്രം. യെശയ്യാവ് ഏറ്റവും സമർത്ഥനായ ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. സ്തോത്രം ചെയ്തു. അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനാവീരനായിരുന്നു യെശയ്യാവ്. യെശയ്യാവിന്റെ പ്രത്യേകത, സ്തോത്രം, ദൈവജനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവം നടത്തിയ വഴികളെ കുറിച്ചും ഒക്കെ തന്റെ പ്രാർത്ഥനാ വേളകൾക്കകത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അസാധാരണമാകുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് തന്നെ ദൈവം അവന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞ് ആരംഭിക്കാം. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നടന്നു നീങ്ങിയവൻ കാണാത്ത ചില വെളിപ്പാടുകൾ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം വെളിപ്പെടുത്തും എന്ന് ആത്മാവിൽ പറഞ്ഞ വിശ്വസിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം. ഒരുവൻ നടന്നു നീങ്ങുന്ന കാഴ്ചപ്പാടുകൾ നടന്നു നീങ്ങിയവൻ അറിഞ്ഞില്ല എങ്കിലും പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നടന്ന വഴികളെ കുറിച്ച് തിരിച്ചറിയുന്ന ഒരു തലം യെശയ്യാവ് വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാവ് 51:9, 10 നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, പണ്ടത്തെ തലമുറകളിലും പൂർവ്വകാലത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തിലെ വലിയ ആഴങ്ങളെ തന്നെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ എന്ന് പരിശുദ്ധാത്മ നിയോഗത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ ശബ്ദം ഉരുവിടുകയാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ. തന്റെ പൂർവ്വപിതാക്കന്മാർ വഴി നടന്ന വഴിയെ കുറിച്ച് യെശയ്യാവ് തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആരായുമ്പോൾ ദൈവം അവന് കാണിച്ചു കൊടുക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ നിന്ന് മറികടക്കാൻ കഴിയാതെ വണ്ണം വ്യത്യസ്ത സാഹചര്യത്തിൽ കൂടെ ഇസ്രായേൽ ജനം നിൽക്കുമ്പോൾ ചെങ്കടൽ വിഭാഗിച്ച് മറുകര കയറിയ മോശയും അഹരോനും മിരിയാമും തുടങ്ങിയ പ്രഗത്ഭരായ ദൈവത്തിന്റെ ഭക്തന്മാർ കാണാത്ത ചിലത് യെശയ്യാവ് തന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് കണ്ടു. ഇന്ന് പകൽക്കാലം ഈ രാത്രിയുടെ യാമത്തിൽ, സന്ധ്യയുടെ യാമത്തിങ്കൽ വ്യത്യസ്ത ടൈം സോണിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോട് ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറ്റം ചെയ്യപ്പെടാം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇതുവരെ വെളിപ്പെടാത്ത ചില ദൈവിക നിയോഗങ്ങളെ വെളിപ്പെടുത്താൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് പകലിൽ ആത്മാവ് നിങ്ങളോട് ആലോചന കൈമാറിയ വിശ്വസിക്കുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അത് ദൈവദാസന്മാരോട് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരോടും ആത്മാവിൽ ഞാൻ ദൂത് പറയാ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം നിങ്ങൾക്ക് ചില നിയോഗങ്ങളെയും വെളിപ്പാടുകളെയും നൽകുവാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആത്മാവ് നിങ്ങളോടും ആലോചന പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ യെശയ്യാവ് മഹാനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യെശയ്യാപ്രവചന പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്റെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് ആരംഭിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവിന് സ്തോത്രം ചെയ്യുന്ന മനോഹരമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. യെശയ്യാവിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായി യെശയ്യാവ് മാറ്റപ്പെട്ടു. യെശയ്യാവ് സാധാരണ ഒരു പ്രവാചകനല്ലായിരുന്നു. യെശയ്യാവിന്റെ പ്രവാചക പുസ്തകത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ രാജാവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനായിരുന്നു യെശയ്യാവ്. സ്തോത്രം ചെയ്യുന്നു. അത് നമുക്ക് 6-ാം അധ്യായം പഠിക്കുമ്പോൾ ആ വാക്യം നമുക്ക് ക്ലിയർ കട്ടായി മനസ്സിലാകും. ഉസിയാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യെശയ്യാവ് 5 അധ്യായങ്ങൾ പ്രവചിക്കുന്ന പ്രവചന ശബ്ദങ്ങളുടെ പിൻബലം എന്ന് പറയുന്നത് സ്തോത്രത്തെ ഒരു അധികാര കേന്ദ്രം തനിക്ക് പിന്നിലുണ്ടായിരുന്നു. സ്തോത്രം ബാക്ക് ബോൺ തനിക്ക് പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടാതെ പ്രവചിക്കാനുള്ള ഒരു പ്രവചന ശൈലി തനിക്കുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ 6-ാം അധ്യായം എത്തുമ്പോൾ സ്തോത്രം
ചെയ്യുന്നു, യെശയ്യാവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അകത്ത്, യെശയ്യാവിന്റെ പ്രവചന കാലഘട്ടത്തിന്റെ അകത്ത് താൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവം തന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതാണ് ഉസിയാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അവിടെ വെച്ച് യെശയ്യാ പറയുന്നത് എങ്ങനെയാണ്? ഉസിയാവ് മരിച്ച ആണ്ടിൽ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, യെശയ്യാവ് കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാണുന്നത്? ആമേൻ സ്തോത്രം, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. നോക്കിക്കേ, ആമേൻ സ്തോത്രം, യെശയ്യാവ് ഒരു പ്രവചന ശബ്ദം ഉദ്ധരിക്കുകയാണ്. ഉസിയാവ് മരിച്ചയാണ്ടിൽ യെശയ്യാവ് കാണുന്ന വെളിപ്പാട് ഇങ്ങനെയാണ്: കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അർത്ഥം, ആമേൻ ഇതുവരെ കണ്ട ചില കാഴ്ചപ്പാടുകൾക്ക് ദൈവം വ്യത്യാസം കൊടുക്കുകയാണ്. ആമേൻ ഇതുവരെ താൻ കണ്ട സിംഹാസനം ഈ താഴ്ന്ന ഭൂമിയിലുള്ള രാജാവിരിക്കുന്ന ഒരു സിംഹാസനമാണ്. ഇതുവരെ താൻ കണ്ട ആമേൻ ചിത്രീകരണം ഈ ഭൂമിയിലെ ഒരു നിയോഗമാണ്. എന്നാൽ എപ്പോഴാണോ ആമേൻ താൻ ആശ്രയം വെച്ചിരുന്ന മേഖലകൾ ആമേൻ സ്വന്തം നഷ്ടപ്പെട്ടത് എന്ന് തനിക്ക് മനസ്സിലായ, അപ്പോൾ ആമേൻ തന്റെ ദർശനത്തിന് ദൈവം വിശാലത കൊടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു പദം ഇങ്ങനെ: എവിടെയോ ചില ആശ്രയങ്ങൾ അസ്തമിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ കാണേണ്ടതുവനെ കാണേണ്ടുന്നത് പോലെ കാണുമെന്ന് ഇന്ന് പകലിൽ സ്വർഗം എന്നോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആമേൻ മാനുഷികപരമായ ചില ആശ്രയങ്ങൾ ഊന്നി നിൽക്കുന്നവരെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, മാനുഷികപരമാകുന്ന ചില ആശ്രയങ്ങൾ നിന്നെ വിട്ടു പോകുമ്പോൾ ആമേൻ ഇതുവരെ കാണാത്ത ചില ദർശനങ്ങൾ നീ കാണാൻ തുടങ്ങും, ഇതുവരെ കാണാത്ത ചില വെളിപ്പാടുകൾ നീ കാണാൻ തുടങ്ങും, ഇതുവരെ പറയാത്ത ചില പ്രവചന ശബ്ദങ്ങൾ നീ പറയാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, യെശയ്യാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു 6-ാം അധ്യായത്തിന്റെ അകത്ത്. ആമേൻ പിന്നത്തേതിന് ആ വെളിപ്പാട് താൻ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രവചന ശൈലി മാറുകയാണ്. ഇതുവരെ മരുഭൂമിയെ കുറിച്ച്, ഇതുവരെ ജനത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ് ആമേൻ 6-ാം അധ്യായത്തിന്റെ അകത്ത് തന്റെ ബാക്ക് ബോൺ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആമേൻ സ്വന്തം ഇനി ദൈവമാണ് തന്റെ എല്ലാം എല്ലാം എന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകൻ ആമേൻ സ്വന്തം അനന്തരം പ്രവചിക്കുന്ന പ്രവചന ശബ്ദത്തെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആമേൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ ആമേൻ നാളിതുവരെ ക്ലാരിറ്റി ഇല്ലാതെ കിടന്ന ഒരു ദൂതിനെ അതിന്റെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സ്വർഗം അഭിഷേകത്തിനെ ഉപയോഗിക്കുകയാണ്. ആമേൻ സ്വന്തം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ അകത്ത് ഒരു പ്രവചന ശബ്ദം കിടപ്പുണ്ടായിരുന്നു: സ്ത്രീയുടെ സന്തതിയായി ഒരു മനുഷ്യൻ ജനിക്കും. ആമേൻ സ്വന്തം അവനെ കുറിച്ചുള്ള പ്രവചന ശബ്ദം നൂറ്റാണ്ടുകൾ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ കിടന്നപ്പോൾ ആമേൻ സ്വന്തം ആരാണോ ദൈവിക വെളിപ്പാടിനകത്തേക്ക് നടന്നു കയറിയത്, ദൈവിക ദർശനത്തിനകത്തോട്ട് കയറിയത്, അവനെ കൊണ്ട് ദൈവം ആ ദൂതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ്. അവിടെ പറഞ്ഞ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുക. ഇന്ന് പകൽക്കാലം സ്വർഗം എന്നോട് പറയുന്നു, നാളിതുവരെ വ്യക്തതയില്ലാതെ കിടന്ന, നാളിതുവരെ ക്ലാരിറ്റി ഇല്ലാതെ കിടന്ന ചില ദൂതുകൾക്ക് ഇന്ന് ദൈവാത്മാവ് ക്ലാരിറ്റി നൽകുകയാണ്. അതിന് ദൈവാത്മാവ് വ്യക്തത നൽകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. എവിടെയൊക്കെയോ ചില ദൈവശബ്ദങ്ങൾ കേട്ടിട്ട് അതെങ്ങനെ കർത്താവ്, അതിനൊരു വ്യക്തത ഇല്ലല്ലോ, അതിനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനായി മാറുമെന്ന് ജീവിതത്തിൽ ആലോചിച്ച് ഇന്നും ഈ മീറ്റിംഗിന് കടന്നു വന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. നിന്നോട് ദൈവം പറഞ്ഞ ദൂതിന് ദൈവാത്മാവ് വ്യക്തത വരുത്തും എന്ന് ഇന്ന് പകലിൽ സ്വർഗം എന്നോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. നീ കേട്ട ദൈവ ശബ്ദത്തിന് വ്യക്തതയുണ്ടാകും, നീ കേട്ട ദൈവിക ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടാകും എന്ന് ഇന്ന് പകലിൽ സ്വർഗം എന്നോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ആമേൻ സ്വന്തം ജീവിതത്തിൽ ഇതുവരെയും കർത്താവ്, ഞാൻ ദൈവശബ്ദം കേട്ടിട്ട് ചില നാളുകളായി, പക്ഷെ അതിനൊരു വ്യക്തതയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, സഹോദരങ്ങളെ ഇന്ന് പകലിൽ ആത്മാവിനോട് പറയുന്നു, നീ കേട്ട ദൈവ ശബ്ദത്തിന് ദൈവം വ്യക്തത വരുത്തുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. യെശയ്യാവ് തന്റെ പ്രവചന ശബ്ദത്തിന് മാറ്റം വന്നു, ചില ക്ലാരിറ്റി ദൈവം വന്നു. എപ്പോഴാണെന്നറിയാമോ? താൻ ദൈവവുമായിട്ടുള്ള ഒരു അസാധാരണ ബന്ധത്തിലേക്ക് ആ ദർശനം വഴി താൻ കയറുമ്പോൾ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ആ വെളിപ്പാട് കണ്ടപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവർ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള
ജനത്തോടുകൂടെ വസിക്കുന്നവൻ. രണ്ട് തിരിച്ചറിവുകൾ യശയ്യാവിന് വരികയാണ്. നോക്കിയേ, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് ഒരു വ്യക്തിത്വം കയറി ചെല്ലുമ്പോൾ ഇതുവരെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും അമേശ്വര വ്യത്യസ്തമായ ചില ചിന്താഗതികളിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകും. അവൻ 5 അധ്യായം വരെ പ്രവചിച്ച മനുഷ്യൻ 6-ാം അധ്യായത്തിന്റെ അകത്ത് ദൈവിക ദർശനം കണ്ടപ്പോൾ അമേശ്വരം അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവൻ, ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തോടുകൂടെ വസിക്കുന്നു. രണ്ട് തിരിച്ചറിവുകൾ ഉണ്ടായി. ഞാനൊരു കാര്യം ആത്മാവിൽ ദൈവത്തോട് പറയാം, വ്യത്യസ്ത ലോകരാജ്യങ്ങൾക്കകത്ത് ദൈവത്താൽ അയക്കപ്പെട്ട അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്. ഉപജീവന മാർഗ മേഖലകളായിരിക്കുന്നതിനോടുകൊണ്ട്, കുടുംബ മേഖലകളായിരിക്കുന്നതിനകത്തുണ്ട്. ആത്മാവിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം, ദൈവവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്, അത്രത്തോളം നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കാനിടയായി തീരും. ദൈവവുമായിട്ടൊരു അസാധാരണ ബന്ധം ആർക്കുണ്ടോ അവൻ ശുദ്ധീകരണത്തിന്റെ മേഖലയിലേക്ക്, വിശുദ്ധിയുടെ മാനദണ്ഡം, വിശുദ്ധിയുടെ അസാധാരണ നിലവാരത്തിലേക്ക് ദൈവത്താൽ അവർ മാറ്റപ്പെടാനിടയായി തീരും. അവൻ ഈ തിരിച്ചറിവ് യശയ്യാവിന് കിട്ടിയപ്പോൾ സ്വന്തം ദൈവം അവനോട് പറയുകയാണ്, ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് പറയുന്നു, യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് തീ കഷ്ണം എടുത്ത് അവന്റെ ആധരത്തെ തൊട്ടു അവനെ ശുദ്ധി വരുത്തി. സ്തോത്രം ചെയ്യുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ. 5 അധ്യായം വരെ പ്രവചിച്ചിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രവചിച്ച പ്രവാചകൻ 6-ാം അധ്യായത്തിന്റെ അകത്ത് ദൈവിക ദർശനത്തിലേക്ക് കയറുമ്പോൾ അവന് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ അധരത്തെ ദൈവം തീനാവാക്കി മാറ്റുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൈവത്തോട് പറയാം, അഭിഷക്തന്മാരെ, ഈ അന്ത്യ കാലഘട്ടത്തിന്റെ അകത്ത് സ്തോത്രം ദൈവം ചിലതിനെ തീനാവാക്കി മാറ്റുക. ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തോട് എത്ര അടുത്ത് ചെല്ലുന്നു, എത്രത്തോളം ദൈവവചനത്തോട് അടുത്ത് ചെല്ലുന്നു, അത്രത്തോളം ദൈവം തന്നെ അഭിഷക്തന്മാരെ തീനാവാക്കി മാറ്റുമെന്ന് ഇന്ന് പകലിൽ ആത്മാവ് പ്രവചിച്ചാൽ അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ അധരത്തെ ദൈവം തീനാവാക്കി മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ അധരത്തെ ദൈവം തീനാവാക്കി മാറ്റാൻ പോകുകയാണ്. നോക്കിക്കേ, യശയ്യാവിനോടുള്ള ബന്ധത്തിൽ ആ പദം ദൈവം പറയുന്നു, യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കഷ്ണം എടുത്ത് അവന്റെ അധരത്തെ തൊട്ടു അവനെ ശുദ്ധി വരുത്തി, അവന്റെ അധരത്തെ ദൈവം തീനാവാക്കി മാറ്റി. എന്നാൽ യിരെമ്യാവിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: യിരെമ്യാവ് ബാലനായിരിക്കുന്നു, കുറെ പോംവഴികളൊക്കെ യിരെമ്യാവ് പറയുന്നുണ്ട്. പക്ഷെ യിരെമ്യാവിനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ വചനത്തെ നിന്റെ അധരത്തിൽ തരും, വായിൽ തരും. കണ്ടോ, ഒരുവന്റെ അധരത്തെ ദൈവം തീ കൊണ്ട് തൊടുന്നു, അടുത്ത പ്രവാചകന്റെ അധരത്തെ ദൈവം വചനം കൊണ്ട് തൊടുന്നു. എന്നിട്ട് അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, നോക്കുക, നിർമൂലമാക്കുവാനും ഇടിപ്പാനും പൊളിപ്പാനും പണിവാനും നടുവാനും ഞാൻ നിന്നെ ആക്കി വെക്കുന്നു. ഒരു പ്രവാചകനെ തീ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്ത് അടുത്തൊരു പ്രവാചകനെ വചനം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്തിട്ട് ദൂതുകൾ കൈമാറുകയാണ്. മൂന്നാമത്തെ പ്രവാചകനായ യെഹെസ്കേലിനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ചുരുൾ നീ വാങ്ങി നിന്റെ അധരത്തിൽ ഞാൻ തരും, അത് നീ നിന്റെ ഉദരത്തിൽ ആക്കുക. നോക്കിക്കേ, ഒരുവന്റെ അധരത്തിൽ തീ കൊണ്ട് തൊടുന്നു, അടുത്തൊരുവന്റെ അധരത്തെ വചനം കൊണ്ട് തൊടുന്നു, മൂന്നാമതൊരു പ്രവാചകന്റെ അധരത്തെ ദൈവം ചുരുൾ കൊണ്ട് തൊടുന്നു. ചുരുളിന്റെ പ്രത്യേകത അത് തീയും വചനവും ഒരുമിച്ച് ചേരുന്നതാണ്. അപ്പൊ തീയും വചനവും ഒരുമിച്ച് ചേരുന്ന ഒരു ചുരുൾ യെഹെസ്കേലിന്റെ അധരത്തിലേക്ക് കൊടുത്തിട്ട് യെഹെസ്കേലിനോട് പറയുന്ന ഒരു പദം ഇങ്ങനെയുണ്ട്: യെഹെസ്കേലിനെ കൊണ്ടു നിർത്തുക. എന്തിനു വേണ്ടി എന്നറിയാമോ? യെഹെസ്കേലിന്റെ അകത്ത് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഉദരം നിറഞ്ഞ വചനത്തെ നീ പ്രവചിക്കുക. ഇന്ന് പകൽക്കാലം ഒരാളുടെ അധരത്തെ തീ കൊണ്ടും അടുത്ത ഒരാളിന്റെ അധരത്തെ വചനം കൊണ്ട് മൂന്നാമതൊരാളെ ചുരുൾ അധരത്തിൽ കൊടുത്തിട്ട് അവനോട് പറയുന്നു, അത് നീ ഭക്ഷിച്ച് നിന്റെ ഉദരം നിറയ്ക്കുക. നിന്റെ ഉദരം നിറച്ച വചനം കൊണ്ട് നീ പ്രവചിക്കുക. എന്താ പ്രവചിച്ചാൽ സംഭവിക്കുന്നത്? ഇതുവരെ ചിതറിപ്പോയ ചിലതകൾ ഒരുമിച്ച് വരാനിടയായി തീരുക. അകത്തളത്തിൽ വചനം നിറഞ്ഞ മനുഷ്യന്റെ പ്രത്യേകത, അവൻ പ്രവചിക്കുന്നിടത്ത് ചിതറിക്കുന്ന പരിപാടിയല്ല, അവൻ ചിലതിനെ യോജിപ്പിക്കുവാൻ ദൈവം അവനെ അഭിഷേകം ചെയ്യുക, ചിലതിനെ ഒരുമിച്ച് ചേർക്കാൻ ദൈവം അവനെ അഭിഷേകം ചെയ്യുക. ഒരു സൈന്യമാക്കി മാറ്റാൻ ദൈവം അവനെ അഭിഷേകം ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ആത്മാവിനോട് പ്രവചിക്കുന്നു. വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന അഭിഷക്തന്മാര് ഈ കാലഘട്ടത്തിൽ വാർത്തെടുപ്പാൻ ദൈവം
ഈ കമ്പാഷൻ ഹോം മിനിസ്ട്രിക്ക് ദൈവാത്മാവ് അധികാരത്തെ കൊടുക്കുകയാണ്. വ്യത്യസ്ത നിലവാരത്തിൽ ദൈവത്തിന് വേണ്ടി അസാധാരണമായി പ്രയോജനപ്പെടുന്ന അഭിഷേകന്മാരെ വാർത്തെടുക്കുക. ദൈവം നിങ്ങൾക്ക് നിയോഗങ്ങളെ നൽകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആമേ, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേ, ആ പദം ഞാനങ്ങ് വിരാമം കുറിക്കുകയാണ്. ആമേ, സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ ഏകത്വത്തിൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ ആമേ, സ്തോത്രം ചെയ്യുന്നു. ആമേ, സ്തോത്രം. യെശയ്യാവ് കണ്ട ദർശനത്തിന് അനന്തരം യെശയ്യാവിന്റെ പ്രവചന ശൈലിയൊക്കെ മാറി. ആമേ, സ്തോത്രം. തിരിച്ച് ആമേ, സ്തോത്രം ചെയ്യുന്നു. 7-ാം അധ്യായത്തിന്റെ ഏകത്തേക്ക് ആമേ, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കപ്പെടുമ്പോൾ ആമേ, അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ആമേ, സ്തോത്രം ചെയ്യുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് 1-2 പദങ്ങൾ, ദൂതുകൾ മാത്രം ഇനി ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാൻ ശരണപ്പെടുകയാണ്. ആമേശ്വര അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായ യഹൂദ രാജാവായ ആഗാസിന്റെ കാലഘട്ടത്തിൽ, 7-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആഗാസിന്റെ കാലഘട്ടത്തിൽ അരാമ്യ രാജാവായ എരിസീനും രമല്യാവിന്റെ മകനായ ഇസ്രായേൽ രാജാവായ പേക്കക്കും യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ആമേ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് അതിനെ വിശദീകരിച്ച് വാക്യങ്ങൾ എടുത്ത് തെളിയിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഞാനൊരു ദൂത് ഇങ്ങനെ പറയാം. ഇവിടെ എന്താ പറയുന്നത്? അമേശ്വതം അരാമ്യ രാജാവായ രസീനും അമേശ്വതം ഇസ്രായേൽ രാജാവായ പേക്കക്കും യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യാൻ വന്നു. അമേശ്വ നോക്കിക്കേ, ഞാൻ ഒരു കാര്യം ആത്മാവിൽ പറയാം. ചേരാൻ പാടില്ലാത്തവർ ഒരിക്കലും ചേരരുത്. സ്തോത്രം. ആമേൻ. ഞാൻ ആത്മാവിൽ അങ്ങ് പറയാം. അഭിഷേക് ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനമേ, ആത്മനിയോഗത്തിൽ ഞാൻ പറയാം, ചേരാൻ പാടില്ലാത്തത് ചേരരുത്. ചേർന്നാൽ എന്താ കുഴപ്പം? ചേർന്നാൽ ഇതാണ് കുഴപ്പം. യെരൂശലേമിന് നേരെ യുദ്ധത്തിന് വരും. സ്തോത്രം ചെയ്യുന്നു. ഞാനത് ആത്മീകത്തിലേക്ക് മാറ്റാം. ഭൗതികമായി അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ആത്മമേഖലയിൽ ഞാൻ ഇങ്ങനെ പറയാം, അഭിഷേകമുള്ളവൻ അഭിഷേകമില്ലാത്തവനോട് ചേർന്ന് അമേശ്വതം ആരാധനയ്ക്ക് നേരെ യുദ്ധത്തിന് വരരുത്. അമേശ്വതം ഞാൻ ആത്മാവിൽ പറയാം, അഭിഷേകമുള്ളവൻ അഭിഷേകമില്ലാത്തവനുമായി ചേർന്ന് ആരാധനയ്ക്ക് നേരെ യുദ്ധത്തിന് വരരുത്. അമേശ്വതം അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രക്രിയയാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മേഖലയാണ് എന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മപ്പെടുത്താം. അതുകൊണ്ട് അഭിഷേകം ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം അഭിഷേകം കൊണ്ട് നിറച്ച ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് പറയാ, അഭിഷേകമില്ലാത്തവനുമായി കൂട്ടുകൂടാൻ പോകരുത് എന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മപ്പെടുത്തട്ടെ. സ്തോത്രം ചെയ്യുന്നു. അടുത്ത് പറയുന്നത് ഇങ്ങനെ നോക്കിയേ, ഇവര് രണ്ടുപേരും യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല താനും. അപ്പോ അഭിഷേകമില്ലാത്തവനുമായി അഭിഷേകമുള്ളവൻ കൂട്ടുപിടിച്ച് ദൈവിക ആരാധനയ്ക്ക് നേരെ പുറപ്പെട്ടു വരുമ്പോൾ അതിനെ പിടിക്കാൻ അവർക്ക് കഴിയത്തില്ല. അടുത്ത പദം കൂടെ പറയാം, അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അരാം എഫ്രീമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് കണ്ടോ. ഇപ്പൊ നമുക്ക് അടുത്തൊരു വ്യക്തിത്വമായിട്ട് അരാം ചെന്ന് യോജിക്കുകയാണ്. ആരുമായിട്ടാണ്? എഫ്രീമായിട്ട് യോജിക്കുന്നു. ഇത് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ മനസ്സ്, ദാവീദ് ഗ്രഹത്തിനും അമേശ്വത രാജാവിന്റെ മനസ്സും ഒരുപോലെ ഉലഞ്ഞുപോയി. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ദൂതിങ്ങനെ, അമേശ്വത ചേരാൻ പാടില്ലാത്ത ചിലതൊക്കെ ചേർന്ന് ദൈവനാമത്തിന് വിരോധമായി വരുന്നത് കണ്ട് മനസ്സുലഞ്ഞുപോയ ചില അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ദർശിക്കുന്നുണ്ട്. അമേശ്വത ചേരാൻ പാടില്ലാത്തത് ചേർന്ന് അമേശ്വത ദൈവിക ആരാധനയ്ക്ക് വിരോധമായി എഴുന്നേറ്റത് കണ്ട് മനസ്സ് തകർന്നു പോയ, അമേശ്വതം ആടി ഉലഞ്ഞു പോയ അമേശ്വത്തിന് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് ഉലഞ്ഞുപോയി. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന പദം ഇങ്ങനെ, ചില അഭിഷക്തന്മാരുടെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലഞ്ഞു പോകുന്നത് പോലെ ഉലഞ്ഞുപോയ ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവം ദർശിക്കുന്നുണ്ട്. അവർ
അപ്പോഴാണ് ദൈവത്തിന്റെ ദൂത് ആമേൻ സ്തോത്രം അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില അഭിഷക്തന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുന്ന ചില പദ്ധതികൾ, നിങ്ങൾക്ക് വിരോധമായി ശത്രു സ്വരുക്കൂട്ടുന്ന ചില പദ്ധതികൾ, നിങ്ങൾക്ക് വിരോധമായി ശത്രു എഴുന്നേൽപ്പിക്കുന്ന ചില തന്ത്രങ്ങൾ, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല എന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറഞ്ഞ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് പകലിൽ സ്വർഗം അങ്ങനെ അത്ഭുതങ്ങളെ ദൈവജനത്തിന്റെ ഇടയിൽ ചെയ്യട്ടെ. ആമേൻ സ്തോത്രം. ശത്രുവിന്റെ ഒരു പദ്ധതിയും നടക്കത്തില്ല. ഒന്ന് രണ്ട് ദൂതുകൾ അതിനോട് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയാം. ആമേൻ സ്തോത്രം ചെയ്യും. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശു തന്റെ പരസ്യ കാലഘട്ടത്തിന്റെ ഏകത്വത്തിൽ അമേസ്തോത്രം ചെന്ന് സഞ്ചരിക്കുക പതിവുണ്ടായിരുന്നു. യേശുവും തന്റെ ശിഷ്യന്മാര് സഞ്ചരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വന്ന് തന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ഭവനത്തിൽ എന്റെ മകൾ രോഗിയായി കിടക്കുന്നു, അവനെ നീ വന്നൊന്ന് സൗഖ്യമാക്കണം. അമേശ്വരം വാർത്ത കേട്ട് യേശു അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിക്കും തിരക്കും ഉണ്ടാകുന്നതിന്റെ കൂട്ടത്തിൽ യേശു ചില ദൂരം സഞ്ചരിച്ചതിന് അനന്തരം യേശു നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ തൊട്ടത് ആർ? സ്തോത്രം ചെയ്യുന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്രോസ് അച്ചാൻ പറഞ്ഞാണ്, യേശു എന്നെ ചോദ്യമായി ചോദിക്കുന്നത്, ഞങ്ങൾ ഇത്രയും പേർ നിന്റെ കൂടെയുണ്ട്, പോരാഞ്ഞിട്ട് ഒരുപാട് ജനവുമുണ്ട്, ഇത്രയും തിക്കും തിരക്കിന്റെയും ഇടയിൽ നിന്നെ തൊട്ടത് ആരെന്ന് എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ഞാൻ ചിലപ്പോൾ തട്ടിക്കാണും, ഞങ്ങൾ ആരെങ്കിലും ഒക്കെ തൊട്ട് കാണും, ഇതിൽ ആര് തൊട്ടു എന്ന് ഞങ്ങൾക്കറിയാം. യേശു പറയുന്ന ഒരു മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളൊക്കെ തൊടുന്നത് പോലെ ആരോ എന്നെ തൊട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യബോധത്തോടെ എന്നെ തൊട്ട ഒരാൾ ഇതിന്റെ നടുവിലുണ്ട്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അമേശ്വതം ഇന്ന് പകൽക്കാലം ഈ സൂം മീറ്റിങ്ങിനെ നോക്കി ഞാൻ ആത്മാവിൽ പറയാ, ദൂത് അഭിഷക്തന്മാരോടായിരിക്കും പറയുന്നത്, ദൂത് കേൾക്കുന്നതും അഭിഷക്തന്മാരായിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ആവശ്യബോധത്തോടെ ഇതിന്റെ നടുവിൽ വന്നിരിക്കുന്ന ചിലരുണ്ട്. ഇന്ന് പകൽക്കാലം അവരോട് സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടുന്ന വിടുതൽ ഇന്ന് പകൽക്കാലം സ്വർഗം നിന്റെ മേലേക്ക് കൈമാറും എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അവൾ ആവശ്യബോധത്തോട് ദൈവത്തോട് അവൾ പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 12 വർഷമായി എന്റെ ശരീരത്തോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. ശത്രു പറഞ്ഞു, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നിന്റെ ജീവിതം ഒരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ല, നീ ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് നന്മകൾ മുഴുവനും മുടക്കിയിട്ട് ഒരു വിടുതൽ ലഭിക്കാതെ വണ്ണം നിന്റെ ജീവിതം ഇങ്ങനെ തീരുകയുള്ളൂ എന്ന് ശത്രു പറയുമ്പോൾ ഈ ദൂതിനെ ആസ്പദമാക്കിക്കൊണ്ട് ആ മേഖലയെ നോക്കി ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയൂ, ശത്രു പറഞ്ഞ വഴികളിൽ നിന്ന് സ്വർഗം പറയുന്നു, ശത്രുവേ നിന്റെ പദ്ധതി നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്നെ രോഗത്തിന് അടിമയാക്കി കളഞ്ഞ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടുകയില്ല, നീ കേട്ട ദൈവശബ്ദം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുകയില്ല, നീ കേട്ട ദൈവശബ്ദത്തിന്റെ പൂർത്തീകരണം നീ കാണുകയില്ല എന്ന് രോഗബന്ധനങ്ങൾ വിതച്ച് നിന്നോട് അവകാശവാദം ചൊല്ലുന്ന രോഗാത്മാവിനെ നോക്കി ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ദൈവിക വിടുതൽ നിന്റെ മേലേക്ക് ഇന്ന് പകൽക്കാലം സ്വർഗം കൈമാറുമെന്ന് നിന്റെ തലമുറകളെ നോക്കി ശത്രു ഒരുക്കിയ പദ്ധതികളെ നോക്കി പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ നിന്റെ നടുവിലുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവിനോട് വളരെ ശക്തമായി പറയുന്നു, നിന്റെ ബിസിനസിനെ നോക്കി, നിന്റെ മിനിസ്ട്രിയെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി, ശത്രു സ്വരുക്കൂട്ടിയ പദ്ധതികളെ നോക്കി ആ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ദീർഘവർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, ദൈവം പറയുന്നു, ദീർഘവർഷങ്ങൾ കൊണ്ട് നിന്നെ കെട്ടി വരിഞ്ഞു വെച്ചിരുന്ന പൈശാചിക ആധിപത്യങ്ങൾ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചിരുന്ന പൈശാചിക മേഖലകളെ നോക്കി സ്വർഗം ഒരു പ്രവചന ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ശത്രുവേ, നിന്റെ പദ്ധതികൾ എന്റെ മകന്റെ മേൽ, എന്റെ മകളുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ അഭിഷേകത്തിന്റെ മേൽ നടക്കുകയില്ല, സാധിക്കുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിച്ച് ദൂത് പറഞ്ഞാൽ അത് വിശ്വസിച്ചാമേ പറയുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്.
ശമനധരമന ദുരിമിനിധരകന ദുരകനധരമനം ഉടമനറമന ദുരകന പ്രൗഢമനധരകന വൈഡമാന റംധുനി. അമേശ്വരം ആരോടുള്ള ഒരു പ്രവചന ശബ്ദത്തെ കൂടെ ഞാൻ ആത്മാവിന് ഇങ്ങനെ പറയാം. നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അമേശ്വരം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, രക്ഷപ്പെട്ട ശേഷം അവർ ദ്വീപിന്റെ പേർ മെലുത്ത എന്ന് കണ്ടു. അർത്ഥം, രക്ഷപ്പെടുന്നതിന് മുൻപ് ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ആര് പരിശുദ്ധാത്മ പറയുന്നു, നീ രക്ഷപ്പെടുന്നതിന് മുന്നമേ നിന്നെ തകർത്തു കളയുമെന്ന്, നിന്നെ ഉടച്ചു കളയുമെന്ന് വെല്ലുവിളിച്ച ചില വെല്ലുവിളികൾ നോക്കി നിൽക്കെ നീ രക്ഷപ്പെട്ടു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ നിന്റെ മേലേക്ക് സ്വർഗം അയക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. സ്വതം ആ ഭാഗങ്ങൾ വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ ഞാൻ സമയത്തെ എടുക്കുന്നില്ല. അധ്യായം മുഴുവനും എങ്കിലും ഒരു ദൂതായിട്ട് നിങ്ങളോട് പറയേണ്ടി വരും. ഞാൻ ദൈവനാമത്തിൽ ആ ഭാഗത്തെ ഞാൻ വിടുന്നു. എന്നാൽ ഒറ്റ ദൂത് ഞാൻ ഇങ്ങനെ പറയാം. അല്ലെ സ്വതം ചെന്ന് പൗലോസിനോട് ദൈവം പറഞ്ഞൊരു ദൂത് ഇങ്ങനെയാണ്, നീ റോമിൽ ചെന്ന് കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നീ മാത്രമല്ല, നിന്നോട് കൂടെ വരുന്ന ആരുടെയും പ്രാണൻ നഷ്ടപ്പെടുകയില്ല. അവനെ കപ്പൽകൾ ഛേദമുണ്ടാകും. അവനെ സ്തോത്രം ചെയ്യുന്ന സാധന സാമഗ്രികൾ നഷ്ടപ്പെടും. പക്ഷെ നിന്നോട് കൂടെ ഉള്ളവർ ആരും അവനെ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവിനോട് അഭിഷക്തന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് നേരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കും. പരിശുദ്ധ കപ്പലുകൾ ഉടയുമായിരിക്കാം, ചരക്കുകൾ നഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ വാഗ്ദത്തം പറഞ്ഞ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, ശത്രുവിന്റെ പദ്ധതി ഒരിക്കലും നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. സ്തോത്രം ചെയ്യുന്നു. അവർ രക്ഷപ്പെട്ട ദേശം ദ്വീപിന്റെ പേര് മെലുത്ത എന്ന് കണ്ടു. അവയെ കയറി ചെന്നു. പക്ഷേ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസിന്റെ കയ്യിൽ ആണല് കടിച്ചു, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന് ശത്രുക്കൾ വാദഗതി മുഴക്കി. പക്ഷെ അവൻ ആണലിയെ കുടഞ്ഞു കളഞ്ഞു. അടുത്ത സെക്കൻഡ്, അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കും ഇങ്ങനെയാണ് കാണുന്നത്, റോമിലേക്ക് പുറപ്പെടുന്ന ഒരു കപ്പൽ അവൻ കണ്ടു. അർത്ഥം, നീ രക്ഷപ്പെടത്തില്ല എന്ന്, നീ നിന്റെ വാഗ്ദത്തം പ്രാപിക്കത്തില്ല എന്ന്, നീ നിന്റെ വാഗ്ദത്തത്തിൽ എത്തത്തില്ല എന്ന് ദൈവം നിന്നോട് പറഞ്ഞ ദൈവശബ്ദം നീ കാണുകയില്ല എന്ന് പിശാച് മുഴക്കുമ്പോൾ സ്വർഗം ഇന്ന് പകൽക്കാലം ദൂത് പറയുന്നു, പിശാചേ, നീ എന്റെ മകന് നേരെ വിധിയെഴുത്ത് നടത്തിയ വിധിയെഴുത്തുകൾ നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. പരിശുദ്ധാത്മ വളരെ വ്യക്തമായി ഇന്ന് പകൽക്കാലം ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശത്രുവിന്റെ പദ്ധതികൾ നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഒട്ടനവധി വിഷയങ്ങൾ അതുമായിട്ട് ചേർന്ന് ദൂത് പറയാൻ കഴിയും. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞ രണ്ട് ദൂതുകൾ ഞാൻ ഇങ്ങനെ പറയാം. ഒന്ന്, ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ട്, ശാരീരിക മേഖലകളുമായി ബന്ധപ്പെട്ട് ഒതുക്കിക്കെട്ടാൻ വെല്ലുവിളിച്ച ചില വെല്ലുവിളികളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അകത്ത് ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ അടുത്ത ആഴ്ചകളിലെ അനുഭവ സാക്ഷ്യങ്ങളായി മാറത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചിലരുടെ മേൽ ഇപ്പോൾ തന്നെ സ്വർഗം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം അത് കൈമാറുകയാണ്. നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന്റെ മേലേക്ക് ദൈവം അത് കൈമാറുകയാണ്. ദീർഘനാളുകൾ കൊണ്ട് നിങ്ങളെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ചില രോഗബന്ധനങ്ങളെ സ്വർഗം ഇപ്പോൾ അഴിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ സ്വർഗം വെളിപ്പെടുത്തുകയാണ്. ചില തലമുറകളുടെ മേൽ ദൈവിക ഇടപെടലുകളെ സ്വർഗം ഇന്ന് പകലിൽ കാണുകയാണ്. സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്ത ശബ്ദം കേട്ടിട്ട് അത് പ്രാപിക്കാൻ കഴിയുമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇല്ല, നീ നിന്റെ വാഗ്ദത്ത ശബ്ദത്തിലേക്ക് പ്രവേശിക്കുമെന്ന്. നീ നിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമെന്ന്, നീ നിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. സ്തോത്രം ചെയ്തു. ഇങ്ങനെ നോക്കിക്കേ, മനസ്സ് ഉലഞ്ഞുപോയ രാജാവ് സ്തോത്രം ചെയ്യുന്നു. ഭാരപ്പെട്ടിരിക്കുമ്പോൾ യെശയ്യാവിനോട് ദൈവം ദൂത് പറയുകയാണ്, യെശയ്യാവ്, നീ എഴുന്നേൽക്കണം, എന്നിട്ട് നീ എങ്ങോട്ട് പോകണം? സ്തോത്രം ചെയ്യുന്നു. നീയും നിന്റെ മകനായ യാശൂബും അലക്കുകാരന്റെ വയലിന്റെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയിലൂടെ അറ്റത്ത് ആകാശിനെ എതിരേൽപ്പാൻ ചെന്നു. എന്നിട്ട് അവനോട് പറയണം, പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും എരിസിന്റെയും രമല്യാവിന്റെ മകന്റെയും ഉഗ്രകോപ നിമിത്തം നീ ഭയപ്പെടരുത്.
ഇന്ന് പകലിൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് മെശിയാവിനെ അയച്ച് ഉലഞ്ഞുപോയ ആകാശിന്റെ ഹൃദയത്തെ ദൈവാത്മാവ് ഉറപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ, ചില മാതാക്കളെ, ചില അഭിഷക്തന്മാരെ, ചില അഭിഷക്തമാരെ, ചില തലമുറകളെ ദൈവം ഉറപ്പിക്കുന്നു. പുകയുന്ന രണ്ട് മുറിക്കുള്ള നിമിത്തവും സ്വത്രം ചെയ്യുന്ന അവരുടെ കൂട്ടിച്ചേരൽ നിമിത്തവും നീ ഭയപ്പെടരുത് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നീ ഭയപ്പെടരുത്. സ്വത്രം ചെയ്യുന്നു, നീ ഭയപ്പെടരുത്. അടുത്ത പദം ഇങ്ങനെയാണ്, നീ മുറിക്കൊള്ളി നിമിത്തം നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ഒന്നും നീ എന്താ ചെയ്യേണ്ടത്? സാവധാനത്തിലിരിക്കണം, സൂക്ഷിച്ച് നോക്കണം. അവിടെ ഉഗ്രകോപ നിമിത്തം നീ ഭയപ്പെടരുത്. 3 പദങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആരോടൊക്കെ ദൂത് പറയുന്നു. സാവധാനത്തിലിരിക്കണം, സൂക്ഷിച്ചു നോക്കണം, ഭയപ്പെടരുത്. പരിശുദ്ധാത്മാവിനോട് ആത്മാവിൽ പറയുന്ന 3 പദങ്ങൾ ഞാൻ പറയാം. 1 ഭയപ്പെടരുത്, 2 സാവധാനത്തിലിരിക്കുക, 3 സൂക്ഷിച്ച് നോക്കുക. എടുത്തു ചാടി ചിലത് ചെയ്യാൻ വേണ്ടി സ്വത്രം ചെയ്തിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, സൂക്ഷിച്ചു നോക്കി സാവധാനത്തിലിരിക്കുക, എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. ചില തീരുമാനങ്ങൾ ശീഘ്രഗതിയിൽ ചെയ്യുക, എടുത്തു ചാടി ചെയ്യാൻ ശീഘ്രഗതിയിൽ ചെയ്യുക. ആഗ്രഹിച്ച് ആയിരിക്കുന്ന ആരോ ഇതിന്റെ നടുവിലുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സാവധാനത്തിലിരിക്കുക, സൂക്ഷിച്ചു നോക്കുക. ദൈവം ചില വഴികളെ നിങ്ങൾക്ക് കാണിച്ചു തരും, അതുവരെ നിങ്ങൾ സാവധാനത്തിലിരിക്കുക എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശീഘ്രഗതിയിലൊന്നും ചെയ്യരുത്. ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് ശീഘ്രഗതിയിൽ ചില സ്റ്റെപ്പുകൾ വെക്കാൻ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ മറുപടികളൊന്നും കിട്ടിയില്ലല്ലോ, ഇതുവരെ എന്തായി എന്ന് ചോദിച്ച് തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ ശീഘ്രഗതിയിൽ ചില സ്റ്റെപ്പുകൾ വെക്കാൻ ആലോചിക്കുന്ന മാതാപിതാക്കൾ ഇതിന്റെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, സൂക്ഷിച്ചു നോക്കുക, സാവധാനത്തിലിരിക്കുക. വഴി തെളിയുന്നത് വരെ സാവധാനത്തിലിരിക്കുക. ദൈവം ചില വഴികളെ തുറക്കുന്നത് വരെയും കാത്തിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഉടരമന ദുരപനം ശമനതരകന ദുരകന പ്രൗഢമനതരകന വൈഡമാന റംസുനി അസ്തേറിമന ധിരതരകന ദുരകൽ പ്രൗഢമനതരകന. ചില വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. ഇത് ഇത്രയും ഏജായില്ലേ, ഇത്രയും പ്രായമായില്ലേ, ഇത്രയും നാളായില്ലേ എന്നും ഓർത്ത് ഭയപ്പെടുന്ന ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയപ്പെടരുത്, സൂക്ഷിച്ചു നോക്കുക, സാവധാനത്തിലിരിക്കുക. ദൈവം ചില വഴികളെ തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്വത്രം ചെയ്യുന്നു. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നീ ഭയപ്പെട്ടു പോകരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. അവരുടെ ഉഗ്ര കോപം നിമിത്തം നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ആരൊക്കെയോ ദൈവസന്നിധിയിൽ ഉറപ്പ് പ്രാപിച്ചിട്ടും ഇന്നും സ്വത്രം ധൈര്യം ക്ഷയിച്ചു പോയവരെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഉറച്ചു നിൽക്കുക, ധൈര്യം ക്ഷയിച്ചു പോകരുത്. ഉറച്ചു നിൽക്കുക, ധൈര്യം ക്ഷയിച്ചു പോകരുത്. വിരോധമായി ചിലത് എഴുന്നേൽക്കുന്നത്. അടുത്ത പദങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാം. സ്വത്രം ചെയ്യുന്നു. അവർ നോക്കിക്കേ, അവർ ഒരുമിച്ച് ചേർന്ന് യഹൂദയുടെ നേരെ ചെന്നു. അവിടെ പറയുന്നത് യഹൂദയുടെ നേരെ ചെന്നു, അതിനെ വിഷമിച്ചു മതിലിടിച്ചു കടന്ന് സ്വത്രം ചെയ്യുന്നു. അവിടെ ആ പദം ഞാനങ്ങ് വിട്ട് അടുത്ത് വരികയാണ്. അടുത്ത പറയുന്നത് ഇങ്ങനെയാണ്, അരാമും എഫ്രൈമും രെമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്തത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുക ഇല്ല. ഇന്ന് പകൽക്കാലം ആത്മാവിനോട് പറയുന്നു, നിങ്ങൾക്ക് വിരോധമായി ദുരാലോചന ചെയ്ത ചില മേഖലകളെ നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. നിങ്ങൾക്ക് നേടി കൂടിയ
ആലോചിച്ച അവൻ നിങ്ങൾക്ക് നേരി കൂടിയാലോചിച്ച് എന്തോ ദുരാലോചനകള് കൂടിയാലോചിച്ച് അമേ സ്തോത്രം ചെയ്യുന്നു. അവരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകൽക്കാല കുഞ്ഞ് നീ ഭയപ്പെടരുത്, നിന്റെ ബലം ക്ഷയിച്ചു പോകരുത്, നീ സാവധാനത്തിലിരിക്കുക, നീ സൂക്ഷിച്ചു നോക്കുക. നിന്നോട് ദൈവത്തിന് പറയാനുള്ള ദൂത്, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. അവരുടെ ദുരാലോചനകൾ നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം ചെയ്യുന്നു. അന്യാരാധന മേഖലകളുടെ യാതൊരുവിധ സ്വാധീനതകളും നിനക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറയ്ക്ക് നേരെ അവർ ുന്ന യാതൊന്ന് നിന്റെ ജീവിതത്തിൽ നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. സ്തോത്രം ചെയ്യുന്നു. എന്താണ് നടക്കാത്തത്, എന്താണ് സാധിക്കാത്തത്? ഒന്ന്, ശത്രുവിന്റെ ദുരാലോചനകൾ നടക്കുകയില്ല, സാധിക്കുകയില്ല. അടുത്ത 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം ചെയ്യുന്നു. 8:10 പറയുന്നത് ഇങ്ങനെയാണ്: കൂടിയാലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിക്കിൻ, സാധ്യം ഉണ്ടാകുക ഇല്ല. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അടുത്ത ദൂത് ഞാൻ ഇങ്ങനെ പറയാം: ചിലരുടെ കൂടിയാലോചനകൾ നിഷ്ഫലമായി മാറും. ചിലരുടെ കാര്യം പറഞ്ഞുള്ള ഉറപ്പിച്ചലുണ്ടല്ലോ, അത് സാധ്യമാകുകയില്ല. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ അന്ത്യകാലഘട്ടത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന ദൈവജനത്തിന് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി, അഭിഷക്തന്മാർക്ക് വിരോധമായി കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് കൂടിയാലോചിക്കുന്ന ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, അത് നിഷ്ഫലമായി തീരും, അത് സാധ്യം ആകുക ഇല്ല. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവിനോട് പറയുന്നു, അഭിഷേകത്തിനെ സ്തോത്രം ചെയ്യുന്നു. നിനക്ക് വിരോധമായി പറഞ്ഞുറപ്പിക്കുന്ന ചിലത്, നിനക്ക് വിരോധമായി കൂടിയാലോചിക്കുന്ന ചിലത്, അത് സാധ്യമാകുകയില്ല, അത് നിഷ്ഫലമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചാൽ ആമേൻ പറയുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്വർഗം അങ്ങനെ ചിലതിനെ ഇന്ന് പകൽക്കാലം ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എന്നെ കാണിക്കുന്നു. ചില അഭിഷേകന്മാര് ദൈവാത്മാവ് ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മനസ്സുലഞ്ഞു പോയ ചില മേഖലകൾ, മനസ്സാടി ഉലഞ്ഞ ചില സാഹചര്യങ്ങൾ, പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്നു, അത് സാധ്യമാകുകയില്ല, അത് നടക്കുകയില്ല, അത് നിഷ്ഫലമായി മാറും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന പദത്തെ മാത്രം ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞ പര്യവസാനം കുറിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഈ പറഞ്ഞുറപ്പിച്ചവർക്ക്, കൂടിയാലോചിച്ചവർക്ക് അവർക്കൊരു സഖ്യതയുണ്ട്. അവർക്ക് ആരുടെ അല്ലെങ്കിൽ ആരുടെ വിഷയമാണ്, ആരുടെ ചിന്താഗതികളാണ് ഇവർ വെളിപ്പെടുത്തുന്നത്, അതാണ് നമ്മുടെ വിഷയം. സ്തോത്രം ചെയ്യുന്നു. അവിടെ യെശയ്യാപ്രവചനം 28 അതിന്റെ 18 പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: മരണത്തോടുള്ള നിന്റെ സഖ്യത ദുർബലമാകും, പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയും ഇല്ല. അപ്പോ ഈ പറഞ്ഞുറപ്പിക്കുകയും കൂടിയാലോചിക്കുകയും ദുരാലോചന ചെയ്യുകയും ചെയ്യുന്നവർ, അവർക്കൊരു സഖ്യതയുണ്ട്, അവർക്ക് മരണത്തോട് സഖ്യതയുണ്ട്, പാതാളത്തോട് ചില ഉടമ്പടികളുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് നേരെ അല്ലെങ്കിൽ ദൈവസഭയ്ക്കു നേരെ ദൈവസഭ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമാണ് കേട്ടോ. ഒരു കൂട്ടായ്മ, ഒരു ഗ്യാതറിംഗ്, ഒരു കൂട്ടായ്മ ബന്ധമല്ല, വ്യക്തിപരമാണ്, ഇൻഡിവിജ്വലായിട്ടാണ്. ഇൻഡിവിജ്വലായിട്ട് ഒരുവന് നേരെ വരുന്ന അറ്റാക്കിങ്ങുകളൊന്നും അവർക്കൊരു ഉടമ്പടിയുണ്ട്. ആരോടാണ് അവർ ഉടമ്പടി ചെയ്തിട്ടുള്ളത്? മരണത്തോട് അവർക്ക് സഖ്യതയും പാതാളത്തോട് അവർക്ക് ഉടമ്പടിയുമുണ്ട്. ഞാൻ ആ പദത്തെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ വിശദീകരിക്കുക. നമുക്ക് ദൈവം ഒരു പ്രത്യാശ നൽകിയിട്ടുണ്ട്. ആ പ്രത്യാശ എന്താണ്? നാം നിത്യതയിൽ എത്തും എന്നുള്ളതാണ്. നാം നിത്യതയിൽ എത്തും എന്നുള്ളതാണ്. ആ പ്രത്യാശയാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. എന്നാൽ സ്തോത്രം ചെയ്യുന്ന കൂടിയാലോചിക്കുന്ന, ദുരാലോചനകൾ നടത്തുന്ന, കാര്യം പറഞ്ഞുറപ്പിക്കുന്നവർക്ക് ഒരു സഖ്യതയുണ്ട്. അത് ആരോടാണ് സഖ്യതയുള്ളത്? ദൈവത്തോടല്ല, മറിച്ച് അവർക്ക് മരണത്തോടാണ് സഖ്യതയുള്ളത്. അവർക്ക് പാതാളത്തോടൊരു ഉടമ്പടിയുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം ചെയ്യുന്നു. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അവരുടെ മരണത്തോട്
സഖ്യതയും അവരുടെ പാതാളത്തോടുള്ള ഉടമ്പടിയും നിമിത്തം അമേശ്വതം അവരുടെ നമ്മുടെ ഇടയിൽ ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാ, അമേശ്വതം നിത്യത ലക്ഷ്യമാക്കി നടക്കുന്ന ചിലരെ നിത്യതയ്ക്ക് വിടാതെ വണ്ണം പാതാളത്തിലേക്ക് നരകത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ ഉടമ്പടി എടുത്ത ചിലരുണ്ട്. അവരാണ് അമേശ്വത ദുരാലോചന ചെയ്യുന്നത്, അവരാണ് കൂടിയാലോചന ചെയ്യുന്നത്. അവരെ നോക്കിയാണ് ദൈവം പറയുന്നത് അവരുടെ ആലോചനകൾ നിഷ്ഫലമാകും, അവരുടെ ആലോചനകൾ സാധ്യമാകുകയില്ല. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് അഭിഷക്തന്മാരെ, അഭിഷക്തദാസിമാരെ, ദൈവദാസിമാരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഭാരപ്പെടേണ്ട. അവരുടെ ആലോചനകൾ നടക്കുകയില്ല, അവരുടെ കൂടിയാലോചനകൾ സാധ്യമാകുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുന്നു. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിനകത്തോട്ട് വരുമ്പോൾ 2 വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ എന്റെ പദത്തിന് വിരാമം കുറിക്കുക. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ വരുമ്പോൾ 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കണ്ടോ, ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേയ്പ്പുകൾക്കൊക്കെ രക്ഷയും ഏത് പൊക്കത്തിലുള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾ കയ്യോ കഷ്ടം. നിങ്ങൾ എന്റെ ജനത്തിന്റെ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യുന്നു. മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കാത്ത ദേഹികളെ ജീവനോട് രക്ഷിക്കേണ്ടതിനും നിങ്ങൾ പോഷ്കിന്റെ പോഷ്ക് കേൾക്കുന്ന എന്റെ ജനത്തോട് പോഷ്ക് പറയുന്നതിനാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ സ്വത്വം ചെയ്യുന്നു. ഒരു പിടി യവത്തിനും ഒരപ്പകഷ്ടത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ആ വാക്യങ്ങൾ വായിച്ച് ഞാൻ അങ്ങ് വിടുകയാണ്. ദൂതായിട്ട് എന്റെ മുമ്പിൽ സമയത്ത് ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ പർവ്വജാതികളെ പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു. ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങൾ പർവ്വജാതികളെ പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടുവിക്കും. നിങ്ങളുടെ മൂടുപടങ്ങളെയും പറിച്ചു കീറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവർ ഇനി നിങ്ങളുടെ കൈ കൊണ്ട് വേട്ടയാടുക ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണ് ഇവരുടെ സഖ്യത? ദേഹികളെ വേട്ടയാടണം. അർത്ഥം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് സ്വർഗം പറഞ്ഞു, ഞാൻ മനുഷ്യനെ കരം കൊണ്ടുണ്ടാക്കി, അവന്റെ ഉള്ളിൽ ജീവശ്വാസമൂതി, അവൻ ജീവനുള്ള ദേഹിയായി മാറി. അർത്ഥം സ്തോത്രം ചെയ്യുന്നു. അർത്ഥം ഞാൻ ഇങ്ങനെ പറയാ, സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെടുത്ത മനുഷ്യന്റെ അകത്ത് ദൈവമാക്കി വെച്ചൊരു ദേഹിമണ്ഡലമുണ്ട്. ആ ദേഹിമണ്ഡലം നിത്യതയിലെത്തണമെന്നുള്ളത് ദൈവിക ഇഷ്ടമാണ്. പക്ഷേ സഖ്യത രൂപീകരിച്ചുകൊണ്ട് കൂട്ടുകൂടിക്കൊണ്ട് നിത്യതയിലേക്ക് എത്തിച്ചേരേണ്ടുന്ന ആത്മമണ്ഡലത്തെ, ദേഹിമണ്ഡലത്തെ വേട്ടയാടുന്ന ചിലർ ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരുമിക്കുന്നു. അവരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും സാധ്യമാക്കുകയില്ല, നിങ്ങളുടെ പദ്ധതികളൊന്നും നടക്കത്തില്ല. ദേഹികളെ വേട്ടയാടി പിടിക്കുന്ന അവർക്ക് ഏത് കയ്യയ്പ്പുകൾക്ക് രക്ഷ എന്നാണ്. കയ്യയ്പ്പുകൾക്ക് രക്ഷ എന്നുള്ളത് അഭിഷക്തന്മാർ ഇതിന്റെ നടുവിലുണ്ട്. അവർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൈത്തണ്ടകൾക്ക് രക്ഷ കെട്ടുക എന്നുള്ളതാണ്. ഈ ആധുനിക കാലഘട്ടത്തിനകത്ത് ആത്മിക ഗോളത്തിന്റെ അകത്ത് നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആ ഭാഗം ഒന്നും ചിത്രീകരിക്കാനോ തൊടാനോ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാ, നിത്യത്തിൽ തെണ്ടുന്ന ദേഹികളെ വേട്ടയാടി പിടിച്ച് മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്ത ചിലതിനോട് പരിശുദ്ധാത്മാവിൽ പറയാനുള്ള ദൂത്, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ശുശ്രൂഷകൾ വിശ്വസ്തയോടുകൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗം ചിലതിനെ വേട്ടയാടി പിടിക്കുക. അവിശ്വസ്തർ എഴുന്നേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉലഞ്ഞു പോകുന്നത് ദൈവം കാണുന്നു. എന്നാൽ ആത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. ആരാണ് വേട്ടയാടി പിടിക്കുന്നത്? അതുകൂടെ ഞാൻ പറഞ്ഞ എന്റെ പദത്തിന് വിരാമം കുറിക്കട്ടെ. യെഹെസ്കേൽ പ്രവചന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്, അലറി ഇര പിടിക്കുന്നത് പോലെ. അവിടെ പറയുന്നത് ശ്രദ്ധിക്കണമേ, അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. സ്തോത്രം ചെയ്യുന്നു.
സ്വതം ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ ഉള്ള കാലഘട്ടത്തിൽ തന്നെ സ്വതം ദൈവത്തിന് വിരോധമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി, ദൈവസഭകൾക്ക് വിരോധമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി, ദൈവത്തിന്റെ ദേഹികളെ വേട്ടയാടി വിഴുങ്ങിക്കളയേണ്ടതിന് പ്രവാചക കൂട്ടുകെട്ടുകൾ ലോകമെമ്പാടും സ്വന്തം ചെയ്യുന്നു. ദൈവത്തിന് വിരോധമായി ചില പ്രവാചക കൂട്ടുകെട്ടുകൾ എഴുന്നേൽക്കുമ്പോൾ സ്വർഗം എന്നോട് പറയുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. കമ്പാഷൻ ഹോം മിനിസ്ട്രിയോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, സ്വതം നിങ്ങൾക്ക് നേരെ വിരോധമായിട്ടുള്ള യാതൊരുവിധ കൂട്ടുകെട്ടുകളും നടക്കുകയില്ല, അത് സാധിക്കുക ഇല്ല. ദേഹികളെ വേട്ടയാടി പിടിക്കുന്ന സ്വതം ചെയ്യുന്നു പൈശാചിക മേഖലകളെയോ കള്ളപ്രവാചകന്മാരുടെ കൂട്ടുകെട്ടുകളെയോ പരിശുദ്ധാത്മാവ് ഉടയ്ക്കുമെന്ന് എന്നോട് ആത്മാവ് ആലോചന പറഞ്ഞത് ഞാൻ വളരെ വ്യക്തമായി അഭിഷക്തന്മാരോട് പറയുന്നു. ഈ കാലഘട്ടത്തിലെ കള്ളപ്രവാചകന്മാരുടെ കൂട്ടുകെട്ടുകൾ ദേഹികളെ വേട്ടയാടുന്ന പൈശാചിക ആധിപത്യ സ്വാധീനങ്ങളുടെ ചട്ടുകമായി മാറിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെ സ്വർഗം തകർക്കുമെന്ന് ദൈവമാലോചന പറഞ്ഞ വിശ്വസിക്കുന്നവർക്കാ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഉടവനറമന ദുരകനതരമന വൈഡമാന റംതുനീതരകന യസ്തന തിരമനതരകന ദുരകൽ പ്രൗഢവനതരകന. സ്വതം 25-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്വതം നോക്കിയേ, അതിന്റെ നടുവിലെ സ്വതം അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ട് അലറി ഇരകടിച്ചിരുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളൊക്കെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. ദേഹികളെ വേട്ടയാടി വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. ആ പദം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ പദത്തിന്റെ അർത്ഥം? വിധവമാരെ വിധവ എന്ന് പറഞ്ഞാൽ അറിയാം, ഭർത്താവ് നഷ്ടപ്പെടുന്നവരെയാണ് വിധവ എന്ന് പറയുന്നത്, അല്ലേ? സ്വതം ഞാൻ ഇങ്ങനെ ആ പദത്തെ ഭൗതികത്തിന്റെ മേഖലകൾ നിൽക്കാതെ ആത്മമേഖലകൾക്കകത്ത് ഞാൻ ഇങ്ങനെ പറയാം. സ്വതം ചെയ്യുന്നു പരിശുദ്ധാത്മാവുമായി സ്വതം നമ്മുടെ അരുമമണവാളനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ വിവാഹം നിശ്ചയം നടത്തിയിരിക്കുന്നു. നമ്മളെല്ലാം ഇപ്പോൾ മണവാട്ടിമാരാണ്. പക്ഷെ ദേഹികളെ വേട്ടയാടി കഴിയുമ്പോൾ, ദേഹികളെ വേട്ടയാടി വിഴുങ്ങി അവരുടെ ഉദ്ദേശം വിധവമാരെ സൃഷ്ടിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? മണവാളനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പാതാളത്തിന്റെ ഉടമ്പടിയുമായി സഖ്യത ചെയ്ത സ്വതം ചിലരെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് ആത്മാവ് പറയുന്ന ദൂത് സ്വതം അത് നടക്കുകയില്ല, അത് സാധിക്കുക ഇല്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാ, മരുമമണമാളൻ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ തിരികെ വരും, ഞാൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? കാരണം വിധവമാരായി പോകും എല്ലാവരും, ഒട്ടുമിക്ക ജനവും വിധവമാരായി പോകും. എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലാത്തവരായി, നിത്യതയെ കുറിച്ച് തോന്നലില്ലാത്തവരായി, ഭൗതിക മേഖലകളെ മാത്രം ഊന്നിക്കൊണ്ട് ജീവിക്കുന്നവരായി ഒരു കൂട്ടം പേരെ വാർത്തെടുക്കുക. മരണവുമായി സഖ്യത ചെയ്ത് പാതാളവുമായി ഉടമ്പടി ചെയ്ത് ഒരു കൂട്ടം പ്രവാചകന്മാരുടെ കൂടിയാലോചനകൾ ലോക രാജ്യങ്ങൾക്കകത്ത് നടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വിശുദ്ധ ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൂത്, അത് നടക്കുകയില്ല, അത് സാധിക്കുകയില്ല. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിന് ഇങ്ങനെ പറയാ, വേട്ടയാടി പിടിച്ച ദേഹികളെ അസ്ഥിപഞ്ജരങ്ങളായി ചിതറിക്കിടക്കുന്ന അസ്ഥിത്താഴ്വരയിലേക്ക് അകത്തേക്ക് യെഹെസ്കേലിനെ ദൈവം കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യെഹെസ്കേലേ ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറഞ്ഞു, എനിക്കറിയത്തില്ല, കാരണം ഇത് യോജിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ചിതറിപ്പോയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം അകത്തളത്തിൽ വചനം കിട്ടിയവന്റെ അകത്തളത്തിൽ ചുരുൾ നിറഞ്ഞവന്റെ അധരം തുറക്കുമ്പോൾ ചിലതിനെ യോജിക്കുക ദൈവമാൻ അധികാരം കൊടുക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്ന പ്രവചന ദൂത് വചനത്തിന്റെ ആധികാരിക ശബ്ദമായി നിൽക്കുന്ന അഭിഷക്തന്മാരെ നോക്കി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ അധരം തുറക്കുമ്പോൾ ചിതറിപ്പോയി കിടക്കുന്ന, ഇനി ഒരിക്കലും യോജിക്കത്തില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ പദ്ധതിയുണ്ട്. അങ്ങനെ ചിലരെ ദൈവം ഇന്ന് പകൽക്കാലം അധികാരപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചിലതിനെ ദൈവം അധികാരപ്പെടുത്തുകയാണ്. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിൽ, നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ വേട്ടയാടി പോകുന്ന ചില ദേഹികളെ മടക്കി പിടിക്കുക ദൈവം
നിങ്ങൾക്ക് അധികാരം നൽകുകയാണ്. വേട്ടയാടി പോകുന്ന ചിലതിനെ മടക്കി പിടിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകുകയാണ്. ശമനധരമന ദുരിബിനിധരകന ദുരകന വൈഡമർഗമന ധിരധരകന ദുരകൽ പ്രൗഢമനധരകന ഹസ്തനാദ റീകമനധരകന വൈഷമർഗമന ധിരധരകന ദുരകന വൈഡേർഗമന ധിരധരകന ദുരകന. ആമേ, സ്തോത്രം ചെയ്യുന്നു. വിധവമാരെ സൃഷ്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചിലരുടെ നടുവിൽ മണവാട്ടിമാരെ ഒരുക്കിയെടുക്കാൻ സ്വർഗം ഈ ദിവസങ്ങൾ അഭിഷക്തന്മാരെ ശക്തീകരിക്കട്ടെ എന്ന്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ. അവരുടെ ദുരാലോചനകൾ നിമിത്തം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുക ഇല്ല. അമേശ്വത പിശാചും മനുഷ്യരും ഒരുമിച്ച് കരം ചോർത്തടിച്ച് ദുരാലോചനകൾ നടത്തി നശിപ്പിച്ച് കളയാൻ അമേശ്വത പദ്ധതികൾ ഒരുക്കുന്ന മേഖലകളെ നോക്കി ഇന്ന് പകൽക്കാലം അത് കുടുംബമാകട്ടെ, തലമുറകളാകട്ടെ, ബിസിനസ് ആകട്ടെ, ദൈവസഭയാകട്ടെ, അഭിഷക്തന്മാരാകട്ടെ, അമേശ്വത മിനിസ്ട്രികളാകട്ടെ, സകലത്തെ നോക്കി ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ ആത്മാവിൽ ഇങ്ങനെ പര്യവസാനിപ്പിക്കുന്നു, അത് നടക്കുകയില്ല, അത് സാധിക്കുക ഇല്ല. അമേശ്വത്രം ചെയ്യുന്നു. ഞാൻ എന്റെ പദങ്ങൾക്ക് അമേശ്വത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വിരാമം കുറിക്കുന്നു. അമേശ്വത്രം ചെയ്യുന്നു. അമേശ്വരം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അമേശ്വരം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവ് ഈ ജനത്തോട് സംസാരിച്ചല്ലോ. അമേശ്വരം ചില പദ്ധതികളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഡിലീറ്റ് ചെയ്തല്ലോ. ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സ്വർഗം ഈ ജനത്തെ വിടുവിച്ചല്ലോ. അമേശ്വരം രോഗസൗഖ്യം ദൈവം കൊടുത്തല്ലോ. അമേ, പുതിയ പ്രവചന ശബ്ദങ്ങളെ ദൈവം കൊടുത്തല്ലോ. അമേശ്വര ചിലരെ ദൈവാത്മാവ് അധികാരപ്പെടുത്തിയല്ലോ. ദൈവവചനം അതിന്റെ ആധികാരികതയോടുകൂടെ ദൈവാത്മാവ് ജനത്തിന്റെ മേലേക്ക് കൈമാറിയതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. അമേശ്വരം ഒരു കൂട്ടം മണവാട്ടിമാരെ ഒരുക്കിയെടുപ്പാൻ ശത്രു വിതച്ച വിധവമാരിൽ നിന്ന് തിരിച്ചു ചിലതിനെ വേട്ടയാടി പിടിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. വിധവമാരെ വേട്ടയാടി പിടിച്ച് മണവാട്ടിയാക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപകളെ നൽകണമെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശേഷാൽ കർത്താവേ, ഈ കമ്പാഷൻ ഹോം മിനിസ്ട്രിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനായി, കുടുംബത്തിനായി, ദൈവസഭകൾക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയുമായി ജോയിൻ ചെയ്ത എല്ലാ കുടുംബങ്ങളെയും അഭിഷക്തന്മാരെയും അഭിഷക്തമാരെയും ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക അധികാരത്തെ ദൈവങ്ങളുടെ മേലേക്ക് കൈമാറിയിരിക്കുന്നല്ലോ. ദൈവം അവരെ അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ, അത്ഭുതങ്ങളെ ചെയ്താട്ടെ. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാഭിനിച്ചാനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസനെ ദൈവം അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. ഇത്രയും വ്യത്യസ്ത നിലവാരത്തിന്റെ ഏകത്വം ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാൻ തന്റെ ദാസനെ ദൈവം കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഇനിയും ഇതിന് വിശാലതകൾ ദൈവം കൊടുത്താട്ടെ. കാരണം ഇതൊരു വലിയ ഗ്യാതറിംഗ് ആയി മാറട്ടെ കർത്താവേ. ദൈവ പ്രവൃത്തികളായി തീരാൻ അനേകർക്ക് ആശ്വാസവും വിടുതലുമായി മാറാൻ ദൈവം വീണ്ടും സഹായിക്കണമെന്ന് ഞങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് ദൈവം നിറയ്ക്കണം. അത്ഭുതങ്ങളെ ദൈവം ചെയ്യണം. അസാധാരണ ദൈവിക പ്രവൃത്തികളെ സ്വർഗമെന്ന് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റ് അമേശ്വരം ഈ തരം മീഡിയയിൽ കൂടെ ഈ ദൈവശബ്ദം ആരെങ്കിലും കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അസാധാരണ വിടുതലുകളെ സ്വർഗം കൈമാറണമെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ സകല ആത്മിക നന്മകൾ കൊണ്ടും ഭൂമിയിലെ സകല ഭൗതിക നന്മകൾ കൊണ്ടും അടിയനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തിരുകൃപ കൊണ്ട് മറയ്ക്കും, അത്ഭുതങ്ങൾ ചെയ്യും. മാനവും മഹത്വവും അങ്ങ് തന്നെ എടുക്കും. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും അമേശ്വരം ചെയ്യുന്നു. ഈ അമേശ്വരം കമ്പാഷൻ ഹോം മിനിസ്ട്രിക്കും എന്റെ ഹൃദയത്തിന്റെ പേരിലുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ. ജീസസ് നെയിം.